വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശുദർശനം. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ കണ്ടവനെൻ കാര്യം നടത്തിത്തരും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. വ്രതങ്ങളെപ്പറ്റി ചോദ്യോത്തര രീതിയിലുള്ള ഒരു ചെറിയ പഠനം. എന്താണ് വ്രതം? കൂടുതൽ പൂർണ്ണതയോടെ ഒരു പ്രവൃത്തി ചെയ്തു കൊള്ളാമെന്ന് ദൈവത്തോട് സ്വതന്ത്രമായി ചെയ്യുന്ന ഒരു വാഗ്ദാനമാണ് വ്രതം. കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വ്രതം കടപ്പെടുത്തുന്നുണ്ടോ? ഉണ്ട്. കൽപ്പിക്കപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നതിൽ ഇരട്ടി മൂല്യവും വൈശിഷ്ട്യവുമുണ്ട്. അത് ചെയ്യുന്നതിലുള്ള ശ്രദ്ധ ഇരട്ടി നിയമലംഘനവും തിന്മയുമാണ്. എന്തെന്നാൽ വ്രതങ്ങൾ തെറ്റിക്കുന്നത് കൽപ്പന ലംഘനവും ദൈവദൂഷണമെന്ന പാപവുമാണ്. എന്തുകൊണ്ടാണ് സന്യസ്തരുടെ വ്രതങ്ങൾക്ക് ഇത്ര മൂല്യമുള്ളത്? വ്രതങ്ങളാണ് സഭ അംഗീകരിച്ചിട്ടുള്ള സന്യസ്ത ജീവിതത്തിൻ്റെ അടിത്തറ. 3 വ്രതങ്ങളായ ദാരിദ്ര്യം, കന്യാവ്രതം, അനുസരണം ഇവ നിയമാനുസൃതം അനുഷ്ഠിച്ചുകൊണ്ട് സന്യാസ സമൂഹാംഗങ്ങൾ പരസ്പര ബന്ധിതരായി പൂർണ്ണത പ്രാപിക്കാൻ പരിശ്രമിക്കുന്നു. പൂർണ്ണത പ്രാപിക്കാൻ പരിശ്രമിക്കുന്നു എന്നതിന്റെ അർത്ഥം എന്താണ്? പൂർണ്ണതയ്ക്കായി പരിശ്രമിക്കുക എന്ന് പറയുമ്പോൾ സന്യാസ ജീവിതത്തിൽ വന്നതിനാൽ തന്നെ പൂർണ്ണത നേടി എന്നർത്ഥമില്ല. ഓരോ ദിവസവും വേദന സഹിച്ച് തന്നെ അതിനായി പരിശ്രമിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അതിനാൽ പൂർണ്ണത പ്രാപിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സന്യാസി തൻ്റെ ജീവിതാവസ്ഥയുടെ പ്രധാന ചുമതല അവഗണിക്കുന്നു. എന്താണ് സന്യാസ ആഘോഷവ്രതങ്ങൾ? ആഘോഷ സന്യാസവ്രതങ്ങൾ പരിപൂർണമായതാണ്. വളരെ അപൂർവ അവസരങ്ങളിൽ പരിശുദ്ധ പിതാവിന് മാത്രമേ സന്യസ്തരെ ആഘോഷ സന്യാസവ്രതങ്ങളിൽ നിന്ന് മോചനം നൽകാൻ സാധിക്കുകയുള്ളൂ. എന്താണ് സാധാരണ സന്യാസവ്രതങ്ങൾ? ഈ വ്രതങ്ങൾ കേവലമായവയാണ്. നിത്യവ്രതങ്ങളിൽ നിന്നും വാർഷിക വ്രതങ്ങളിൽ നിന്നും പരിശുദ്ധ സിംഹാസനത്തിന് സന്യസ്തർക്ക് മോചനം നൽകാൻ സാധിക്കും. പുണ്യവും വ്രതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പാപത്തിൻ കീഴിൽ കൽപ്പിക്കുന്നത് അനുഷ്ഠിക്കുന്നതാണ് വ്രതം. എന്നാൽ പുണ്യം ഇതിനപ്പുറം പോകുന്നു. വ്രതം പാലിക്കാൻ പുണ്യം സഹായിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വ്രതലംഘനം മൂലം പുണ്യത്തിൽ വീഴ്ച വരുന്നു. പുണ്യത്തിന് നാശം സംഭവിക്കുന്നു. സന്യാസവ്രതങ്ങൾ നമ്മെ എന്തിന് കടപ്പെടുത്തുന്നു? പുണ്യപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കാനും അധികാരികളെയും നിലവിലുള്ള നിയമങ്ങളെയും പൂർണ്ണമായി അനുസരിക്കാനും സന്യാസവ്രതങ്ങൾ നമ്മെ കടപ്പെടുത്തുന്നു. അപ്രകാരം ഒരു സന്യാസി തന്നെ സഭാ സമൂഹത്തിന് നൽകുകയും തൻ്റെ മേലും തൻ്റെ പ്രവൃത്തികളുടെ മേലുമുള്ള എല്ലാ അവകാശങ്ങളും ദൈവശുശ്രൂഷയ്ക്കായി ബലിയർപ്പിച്ചുകൊണ്ട് തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു.